حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الأخوة الأحباء أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا فلما جاوزا قال لفتاه آتنا غداءنا قد لقينا من سفرنا هذا نصبا قال أرأيت إذا أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره فاتخذ سبيله في البحر عجبا قال ذلك ما كنا نبغي فارتدا على آثارهما قصصا فوجدا عبدا من عبادنا آتيناه رحمة من لدنا وآتيناه رحمة من عندنا وعلمناه من لدنا علما قال له موسى هل أتبعك على أن تعلمني مما علمت رشدا صدق الله العظيم. ബഹുമാനിരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ കഹഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ചില കഥകളാണ് കഴിഞ്ഞ ഖുതുബകളിൽ നമ്മളിവിടെ ചർച്ച ചെയ്തു. നേരത്തെ വന്ന രണ്ട് കഥകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി, എന്നാൽ തത്വത്തിൽ ആ കഥകളുടെ ഗുണപാഠത്തോടും തത്വത്തോടും പൂർണ്ണമായും യോജിച്ചുകൊണ്ട് അത്ഭുതകരമായ മറ്റൊരു കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിൻ്റെ ആദ്യ ഭാഗമാണ് ഞാൻ നിങ്ങളെ പാരായണം ചെയ്ത് കൽപ്പിച്ചത്. എല്ലാവർക്കും മിക്കവാറും ഈ കഥ അറിയുന്നതാണ്. ഈ കഥ ഒരു പക്ഷേ ഖുർആനിലെ കഥകളിലെ ഏറ്റവും തത്വശാസ്ത്രപരമായ അടിസ്ഥാനമുള്ള കഥകളുടെ കൂട്ടത്തിൽ മുമ്പന്തിയിൽ നിൽക്കുന്ന കഥയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
യുക്തിയെ അനാവരണം ചെയ്യുന്ന ഒരു വലിയ കഥയാണ്. ജീവിതം മുച്ചൂടും ചൂഴി നിൽക്കുന്ന ഒരുപാട് സംഭവവികാസങ്ങൾ നമ്മളെപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതൊക്കെ എങ്ങനെയാണ് യുക്തിജ്ഞനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്നത് എന്ന് ഒരു ചെറിയ മിന്നലാട്ടം ഈ കഥയിലൂടെ കാണിക്കുന്നു. മൂസാ നബിയുമായി ബന്ധപ്പെട്ടാണ് കഥ. മറ്റു പല കഥകളെപ്പോലെ ഈ സംഭവം ഇതൊരു സംഭവ കഥയാണ്. സംഭവം നടന്നത് കൃത്യമായി ഏത് ഭൂപ്രദേശത്താണെന്നോ എന്നാണെന്നോ ഒന്നൊന്നും പരാമർശിക്കാതെ കഥയിലെ മൂസ ഒഴിച്ചുള്ള കഥാപാത്രങ്ങൾ വ്യക്തമായി ആരാണ് എന്നും പറയാതെയാണ് ഇവിടെയും കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലം എന്നൊരു പരാമർശമാണ് പ്രധാനമായും സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു പരാമർശമായുള്ളത്. കുറച്ച് ഹദീസുകൾ ഈ കഥയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹദീസുകളോട് ബന്ധപ്പെട്ട് ഒരുപാട് കെട്ടുകഥകളും പ്രചരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മൂസാ നബിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതി, അത് ഇസ്രായേൽ സമൂഹം അതിലൊരുപാട് കൈകടത്തലുകൾ വരുത്തിയിട്ടുമുണ്ട്. ഈ കഥ ഖുർആനിൽ വന്നതിന് ശേഷം പിൽക്കാല ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതുമ്പോഴും പലപ്പോഴും പഴയ ഇസ്രായേലി ഐതിഹ്യങ്ങളെയൊക്കെ അവലംബിച്ചിരുന്നതായി ചില സ്ഥലത്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖുർആൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു വഴിയിൽ കഥയുടെ ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടി കഥാതന്തുവിന് ഊന്നൽ നൽകുക, തിരക്കഥ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കുക. ഖുർആന്റെ അനുവാചകരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്താണ് പറഞ്ഞത് എന്നതിനപ്പുറം കഥയുടെ വിശദാംശങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് പോകാതിരിക്കുക. അത് ഖുർആന്റെ ഉദ്ദേശമല്ലാത്തത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാറ്റിവെച്ചിരിക്കുന്നത്. ഒരിക്കൽ മൂസ അലൈഹിസ്സലാം പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചു അത്രേ, മൂസ, നിന്നേക്കാൾ അറിവുള്ള ആരെങ്കിലും ഈ ലോകത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മൂസ ഇല്ല എന്നാ പറഞ്ഞത്. ഒരു റിപ്പോർട്ടിൽ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു, മറ്റൊരു റിപ്പോർട്ടിൽ ഇല്ല എന്ന് പറഞ്ഞു. വേറെ ഹദീസ് വിശദീകരിക്കുന്നത് ഈ ലോകത്ത് ഏറ്റവും വലിയ അറിവുള്ള ആള് ആരാണ് മൂസ എന്ന് ചോദിച്ചപ്പോൾ അത് ഞാനാണ് എന്ന് മൂസ അലൈഹിസ്സലാം പറഞ്ഞു. ഇങ്ങനെ വിവിധങ്ങളായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൂസാ നബിക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ പറയാൻ കുഴപ്പമൊന്നുമില്ലാത്തതാണ്. കാരണം സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചത് ഏറ്റവും അറിവുള്ളവൻ പ്രപഞ്ചത്തിൽ അള്ളാഹുവാണ്, പ്രപഞ്ചത്തിനും അപ്പുറത്തുമൊക്കെ. അള്ളാഹു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവ് നൽകുന്നത് അവന്റെ പ്രവാചകന്മാർക്കാണ്. പ്രവാചകന്മാർക്ക് ഇല്ലാത്ത അറിവുകൾ മറ്റു പലർക്കും ഉണ്ടാവുമെങ്കിലും മനുഷ്യർ എന്ന നിലയ്ക്ക് ഏറ്റവും അറിവുള്ളവൻ പ്രവാചകൻ തന്നെയായിരിക്കും. ആ നിലയ്ക്ക് മൂസ അങ്ങനെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. യഥാർത്ഥത്തിൽ അതല്ല നമ്മുടെ വിഷയം. മൂസ അലൈഹിസ്സലാം ഇങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ അന്ന് മൂസ അലൈഹിസ്സലാമിക്ക് വഹി കിട്ടി, നീ രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലത്തേക്ക് പോവുക, അവിടെ എൻ്റെ ദാസന്മാരിൽ നിന്നും ഒരു ദാസനെ നീ കണ്ടെത്തും, അബ്ദൻ മിൻ ഇബാദിന, അവനുമായി സംസാരിക്കുക, ബന്ധപ്പെടുക, അപ്പോൾ നിനക്ക് മനസ്സിലാവും എന്നാണ് എൻ്റെ ബാക്കി പത്രം. മൂസയേക്കാൾ വിവരമുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്ത് നിലനിർത്തുന്നുണ്ട് എന്ന് മൂസയ്ക്ക് പഠിപ്പിക്കാൻ എന്നൊക്കെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. യഥാർത്ഥത്തിൽ പ്രാധാന്യം നൽകുന്ന വിഷയം അതല്ല. മൂസാ നബി അലൈഹിസ്സലാം സാധാരണ മനുഷ്യരെ പ്രതിനിധീകരിക്കുകയാണ്. അബ്ദൻ മിൻ ഇബാദിന എന്ന് പറയുന്ന ഹിളറാണ്, ചിലർ ഖലറാണ്, ചിലർ ഹിളർ എന്നാണ്. അത് നബിയാണ്, മലക്കാണ് എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന ആളുകൾ. എന്തായിരുന്നാലും ഖുർആൻ പറഞ്ഞു എന്നത് അബ്ദൻ മിൻ ഇബാദിന, അടിമകളുടെ കൂട്ടത്തിൽ ഒരാൾ. അപ്പൊ മൂസ തന്റെ ഭൃത്യനോട് പറയുന്നു, വൈദ് ഖാല മൂസ ലി ഫതാഹു ലാ അബ്റഹ് ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംളി ഉഖബ. മൂസ ഭൃത്യനോട് പറഞ്ഞത്, ഈ ഞാനൊരു സുദീർഘമായ യാത്ര പോവാണ്, സുദീർഘമായ യാത്ര ചെയ്യുന്നതുവരെയോ അല്ലെങ്കിൽ രണ്ട് സമുദ്രങ്ങൾ കൂടി ചേരുന്നതുവരെ, ആ സ്ഥലത്ത് എത്തിച്ചേരുന്നതുവരെയോ യാത്ര നടത്തുന്നതല്ല. ഈ ഭൃത്യൻ മൂസാ നബിക്ക് ശേഷം പ്രവാചകത്വം ഏൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഖിലാഫത്ത് ഏൽപ്പിക്കപ്പെട്ട, ചിലർ പ്രവാചകന്മാരാണെന്നാണ് പറയുന്നത്, ജോഷ
യുഷ ബിൻ നൂൻ എന്ന് പറയുന്ന മൂസയുടെ ഖലീഫയായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ കാണാം. ജോഷ എന്ന് ബൈബിൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെടുത്തിയിട്ടുള്ള പിൽക്കാലത്ത് മൂസാ നബിയുടെ മരണശേഷം ഫലസ്തീൻ പിടിച്ചടക്കി അവിടെ ഭരണം നടത്തിയ മൂസാ നബി അലൈഹിസ്സലാമയുടെ ഖലീഫയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അബൂബക്കറിന് എന്ത് സ്ഥാനമാണുള്ളത് അതുപോലെയാണ് മൂസ അലൈഹിസ്സലാമയ്ക്ക് ജോഷയ്ക്ക് ഇടയുള്ള സ്ഥാനം എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായം. എന്തായാലും അദ്ദേഹം പ്രവാചകനാണോ ഖലീഫാണോ എന്നൊന്നും നമ്മളെ തർക്കത്തിൽപ്പെട്ട വിഷയമല്ല. ഇദ്ദേഹത്തെ കൂട്ടി പോവുകയാണെന്നാണ്. അങ്ങനെ ഫലമ്മ ബലഗ മജ്മഅ ബൈനഹിമാ നസിയാഹത്തുഹും. അപ്പോൾ പോകുന്ന സമയത്ത് തിരക്കഥ പറയാത്തതുകൊണ്ട് പോകുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ മത്സ്യം കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിരുന്നു എന്ന് ചില ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാം. അത് ചില ആളുകൾ പച്ച മത്സ്യം കൂടയിലിട്ട് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിരുന്നതിന് മനസ്സിലാവുന്നത് അവർ വേവിച്ച മത്സ്യം ഭക്ഷണത്തിനായി കൊണ്ടുപോയി എന്ന് തന്നെയാണ്. ആ മത്സ്യം അവർ കൊണ്ടുപോയ മത്സ്യം അവർ ഈ മജ്മഅൽ ബഹ്റൈൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവിടെ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മത്സ്യം അത്ഭുതകരമായി ചാടിപ്പോവുക ചെയ്തു. സാധാരണ നിലയിൽ ജീവനുള്ള ഒരു മത്സ്യം വെള്ളത്തിലിട്ട് കൊണ്ടുപോയാൽ കടലിലേക്ക് ചാടിപ്പോകുന്നതിന് വലിയ അത്ഭുതമൊന്നുമില്ല. ഇവിടെ അത്ഭുതകരമായി ആ മത്സ്യം ചാടിപ്പോയി. മാത്രമല്ല, ചാടിപ്പോയ ആ സമുദ്രത്തിലൊരു തുരങ്കം പോലെ കാണില്ല. നമ്മൾ വെള്ളത്തിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഒരു സെക്കൻഡ് ഒരു തുരങ്കം പോലെ കാണാൻ കഴിയും. ചാടിപ്പോയ ഭാഗത്ത് തുരങ്കം പോലെ ഉണ്ടാക്കിക്കൊണ്ടാണ് പോയി എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. കുറേ അവർ മുന്നോട്ട് നടന്നപ്പോൾ അദ്ദേഹം മൂസാ നബി പറഞ്ഞു, ഈ യാത്രയിൽ നമ്മൾ വല്ലാണ്ട് ക്ഷണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിന ഗദാഅന ലഖദ് ലഖീന മിൻ സഫരിന ഹദാ നസ്ബ. നമ്മൾ ഈ യാത്രയിൽ വളരെ ക്ഷീണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രാതൽ അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുവരിക എന്ന് മൂസാ നബി പൃഥ്വിനോട് പറയാം. അപ്പോഴാണ് പൃഥ്വിന് ഓർമ്മ വന്നത്, നമ്മൾ ഒരു പാറയുടെ മുകളിൽ വിശ്രമിച്ചില്ലേ, ആ വിശ്രമിക്കുന്ന സന്ദർഭത്തിൽ ഈ മത്സ്യം അത്ഭുതകരമായി കടലിലേക്ക് ചാടിപ്പോയി. ഞാനത് പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ പറയാൻ കഴിഞ്ഞില്ല, ശൈത്താൻ എന്നെ മറപ്പിച്ചു കളഞ്ഞു എന്ന് അദ്ദേഹം മറുപടി പറയിച്ചു. മൂസ പറഞ്ഞു, അത് തന്നെ, ആ സ്ഥാനം തന്നെയാണ് നമ്മൾ തിരക്കിക്കൊണ്ടിരുന്നത്. ഈ മത്സ്യം ചാടിപ്പോയി എന്ന് പറയപ്പെടുന്ന ആ സ്ഥലം, അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് അവരുടെ കാൽപാദങ്ങൾ ആ നടന്ന വഴി നോക്കി അവർ തിരിച്ച് യാത്രയാവുകയാണ്. എന്നിട്ട് ആ സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ വജദ അബദം മിൻ ഇബാദിന, ഇവിടെ വജദ അവർ രണ്ടുപേരും കണ്ടു എന്നാണ്. പിന്നെ ആ കാണലിന് ശേഷം പൃഥ്വിനെ കുറിച്ച് ഒരു പരാമർശവും അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നില്ല എന്നാണ്. അവര് രണ്ടാളും കണ്ടു. മൂസാ നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിന്റെ പൃഥ്വിനും ഈ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടെ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട അബദം മിൻ ഇബാദിന, അതായത് അടിമകളിൽ നിന്നുള്ള ഒരടിമയെ കണ്ടു. ഖാലലഹു മൂസ, നിങ്ങൾക്കറിയാമോ അതിന്റെ കഥയൊക്കെ. മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള സത്യജ്ഞാനത്തിൽ നിന്ന് എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഞാൻ നിങ്ങളെ അനുഗമിക്കട്ടെയോ എന്ന് മൂസ നബി അലൈഹിസ്സലാം ഈ കണ്ട മനുഷ്യനോട്, ഈ കണ്ട വൃത്തിനോട് ചോദിക്കുക, അള്ളാഹുവിന്റെ അടിമയോട് ചോദിക്കുക. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്, ഇന്നകലൻ തസ്തതിയ മഅയ സബ്ര, നിനക്ക് എന്നെ സഹിക്കാൻ പറ്റില്ല, എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സഹിച്ച് എൻ്റെ കൂടെ നടക്കാനുള്ള ഒരു ക്ഷമ നിനക്കുണ്ടാവില്ല എന്ന് അദ്ദേഹം മുഖവരിയായി പറയാം. എന്നിട്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുക, കൈഫ തസ്ബിർ അലാ മാലം തുഹ്ത് ബിഹി ഖുബ്റ, നിനക്ക് യാഥാർത്ഥ്യം അറിവില്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് നിനക്ക് സഹിക്കാൻ കഴിയുക? കാര്യം വ്യക്തമായ കുറേയൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റും. അജ്ഞാതമായ ഒരു കാര്യം അതിങ്ങനെ സംഭവിക്കുമ്പോൾ അതിങ്ങനെ സഹിച്ചു നിൽക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ് എന്ന ഒരു പ്രകൃതി യാഥാർത്ഥ്യം, മനുഷ്യനെ സംബന്ധിച്ച ഒരു പ്രകൃതി യാഥാർത്ഥ്യം ഈ വൃത്യൻ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അദ്ദേഹം അതിന് മറുപടി പറയാണ്, സ തജിദ്നി ഇൻഷാ അല്ലാഹ്. അവിടെ അദ്ദേഹം വളരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏൽപ്പിച്ചു തന്നെ പറയാ. നേരത്തെ പറഞ്ഞതുപോലെ മൂസാ നബി പറയേണ്ടിയിരുന്നത്, ഏറ്റവും വലിയ അറിവാളി ആരാന്ന് ചോദിച്ചപ്പോൾ ഇൻഷാ അല്ലാഹ്, അല്ലാഹു അഅലം എന്നാ പറയേണ്ടിയിരുന്നത്. അല്ലാഹു അഅലം എന്നാണ് പറയേണ്ടിയിരുന്നത്. അല്ലാഹുവിനെ അറിയുള്ളൂ, ഞാനാണെന്ന് കയറി ഏറ്റെടുത്തതാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റായി കണ്ടത് എന്നൊക്കെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന സംഗതി
സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഇൻഷാ അല്ലാഹ് എന്ന ആ പദപ്രയോഗം നടത്തിക്കൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാം പറയാൻ, അള്ളാഹുവിൻ്റെ വേണ്ടുകയാൽ എന്നെ നിങ്ങൾക്ക് ക്ഷമാശീലനായി കാണാൻ കഴിയും, നിങ്ങളുടെ ഒരാജ്ഞയും ഞാൻ ലംഘിക്കുന്നതല്ല എന്ന് അദ്ദേഹം പറയുകയും അങ്ങനെ ഫന്തലക്ക. അപ്പൊ അദ്ദേഹം അതിനു മുമ്പ് ഒരു കണ്ടീഷൻ വെക്കുന്നു, യാത്ര പുറപ്പെടുന്നതിന് മുമ്പ്, അപ്പൊ ഇനി തബഅതനി, നീ എന്നെ പിന്തുടരുന്നതാണെങ്കിൽ ഫലാ തസ്അൽനി അൻ ഷൈഇൻ ഹത്താ ഉഹദിസ ലക മിൻഹു ദിക്റ, നീ ഒരു കാര്യവും എന്നോട് കയറി ചോദിക്കരുത്, ഞാൻ അതിനെക്കുറിച്ച് നിനക്ക് വിശദീകരണം നൽകുന്നതിന് മുമ്പ്, ഏതൊരു കാര്യവും ഞാൻ നിനക്ക് വിശദമാക്കി തരുന്നതിന് മുമ്പ് നീ എന്നോട് കയറി ചോദിക്കരുത് എന്ന് പറയാം. അങ്ങനെ അത് സമ്മതിച്ചു അദ്ദേഹം മൂസാ നബിയുടെ കൂടെ, മൂസാ നബിയും അദ്ദേഹം രണ്ടാളും യാത്രയാണ്. അങ്ങനെ അവരൊരു കപ്പലിൽ ചെന്ന് കയറി. കപ്പലിൽ ചെന്ന് കയറി, കുറച്ച് കപ്പലിൽ കുറെ ആളുകൾ പോകുന്ന ഒരു കപ്പലാണ്. ആ കപ്പലിൽ അദ്ദേഹം ഈ അബിദം മിൻ ഇബാദിന, ഹിദർ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ആവാം, എനിക്ക് അതിൽ പ്രത്യേകമായ ഒരു നിർബന്ധമൊന്നും സത്യവിശ്വാസം പിടിക്കേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അള്ളാഹുവിൻ്റെ ഈ ദാസൻ ഒരു ഓട്ടുണ്ടാക്കി, കേടുവരുത്തി ഓട്ടുണ്ടാക്കി എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു രണ്ട് വാക്കുകളാണ് അപ്പുറത്തും ഇപ്പുറത്തും അള്ളാഹു സുബ്ഹാനഹു തആല ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മൂസാ നബിക്ക് ഈ മനുഷ്യന്മാർ സഞ്ചരിക്കുന്ന കപ്പൽ ഓട്ടുണ്ടാക്കിയ വെള്ളം കയറും, മുങ്ങി ചത്തുപോകും എന്നുള്ളതൊക്കെ അറിയാം. അപ്പോ ഒട്ടനെ തന്നെ പ്രതികരിച്ചു. മൂസാ നബി ഒട്ടനെ പ്രതികരിക്കുന്ന ആളാണ്. മൂസാ നബി ആളുകളോട് മാത്രമല്ല അള്ളാഹിനോടും ഉടനെ പ്രതികരിച്ച ഒരു സ്വഭാവമുള്ള മനുഷ്യനാണ്. അതായത് തുവായുടെ താഴ്വരയിൽ വെച്ച് ഞാൻ അള്ളാഹു ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഒരു പ്രവാചകൻ വേറെ ഇല്ല എന്നുള്ള, അള്ളാഹാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉടനെ കാണണമെന്ന് പറഞ്ഞിട്ട് മലയിൽ നോക്കാൻ പറഞ്ഞു വീണ്. അന്നേരം തന്നെ കുലുമലക്കായ ഒരു സ്വഭാവം മൂസാ നബി അലൈഹി സ്വലാമയിലൂടെ നമുക്കിങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നത്. മനുഷ്യൻ അങ്ങനെയാണ്, ചില ആളുകളെങ്കിലും. അങ്ങനെ ഉടനെ തന്നെ പ്രതികരിച്ചു മൂസാ നബി അലൈഹി സ്വലാം. ആ മനുഷ്യന്മാരെല്ലാം മുക്കിക്കൊല്ലാൻ വേണ്ടിയാണോ നീ അതിൽ ഓട്ടുണ്ടാക്കിയത് എന്ന് ചോദിക്കുക. അപ്പൊ അദ്ദേഹം സ്വാഭാവികം പറഞ്ഞു, ഞാൻ എന്നോട് പറഞ്ഞില്ലേ എനിക്ക് എന്നെ സഹിക്കാൻ പറ്റില്ല. അപ്പൊ മൂസാ നബി പറഞ്ഞു, ഞാൻ മറന്നുപോയി, അതിന്റെ പേര് എന്നെ വിഷമിപ്പിക്കരുത്, എന്നെ ദുഃഖിപ്പിക്കരുത്, ഇത് ഞാനുമായിട്ടുള്ള സഹവാസം അവസാനിപ്പിക്കരുതെന്ന് പറഞ്ഞ് മൂസാ നബി താണുകയാണ് അപേക്ഷിക്കുക. ശരി പോകാമെന്ന് പറഞ്ഞു. വീണ്ടും പോയി. പോയ കൂട്ടത്തില് ഒരു കുട്ടിയെ കണ്ടു. കണ്ടറിനെ ഈ അള്ളാഹുവിന്റെ ദാസൻ ആ കുട്ടിയാണ്ട് കൊന്നളഞ്ഞു. നേരത്തെ കുറച്ചൊക്കെ ക്ഷമിക്കാൻ പറ്റുന്നൊരു സംഗതിയാണ്, ഒരു കപ്പലിന്റെ ഒട്ടേക്ക് പ്രശ്നം. ഇപ്പോ നേർക്ക് നേരെ കൊലപാതകം നടത്തുക തീരെ മൂസാ നബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് കടുത്ത പ്രയോഗങ്ങളാണ്. നുക്ര എന്ന് പറയാം, തികച്ചും ആക്ഷേപർഹമായ, വളരെ മോശമായ, കൊള്ളരുതാത്ത എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. കൊള്ളരുതാത്ത ഒരു പണിയാണ് നീ ചെയ്ത്. പരിശുദ്ധനായ ഒരു കുട്ടിയെ, നിരപരാധിയായ ഒരു കുട്ടിയെ, ഇസ്ലാമിൽ കൊല എന്നൊക്കെ നിയമമുണ്ട്. അതൊരാൾ കൊന്നത് ഇന്ന ആളാണെന്ന് തെളിഞ്ഞാൽ അയാളെ കൊല്ലുക എന്നുള്ള ശരീഅത്തിൽ. അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു കുട്ടിയെ കയറി അങ്ങോട്ട് കൊല്ലുക, എന്തൊരു മോശമായ കൊള്ളരുതാത്ത പണിയാണ് ചെയ്തത്. അപ്പോഴും മറ്റേ ആൾ കുറച്ചുകൂടെ കടുത്ത പാചകമാണ്. എന്നോട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എന്നെ സഹിക്കാൻ പറ്റൂല, മറ്റത് പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ്. ഇവിടെ കുറച്ചുകൂടെ കടുത്ത വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, നേർക്ക് നേരെയുള്ള. അപ്പോ മൂസാ നബി അലൈഹി സ്വലാം ചൂളിപ്പോയി, ഇനിയൊന്നും പറയാനില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ശരി ഇനി ഞാൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള സ്വഹബത്ത് അവസാനിപ്പിക്കാം, അന്നേരം നിങ്ങൾക്ക് എന്നെ വിട്ടുമാറാനുള്ള ഒരു തെളിവ് നിങ്ങൾക്ക് ലഭ്യമാവുമല്ലോ എന്ന് പറഞ്ഞ് യാത്രയായി. ഫന്തലഖ, അവർ വീണ്ടും പോവാ. ഒരു നാട്ടിൽ ചെന്നു, മഹാപിഷ്കുമാരുടെ നാടാണ്. അവിടെ ചെന്നിട്ട് അവർ ആതിഥ്യം ചോദിച്ചു, ഭക്ഷണം ചോദിച്ചു എന്നുള്ള അർത്ഥമുണ്ട്. അവര് ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ അവരെ സൽക്കരിക്കാൻ ആ നാട്ടുകാർ തയ്യാറായില്ല. ഇങ്ങനെ ഇരിക്കവേ അവിടെ ഒരു മതിലുണ്ട്, പൊളിഞ്ഞു വീഴാൻ പോകുന്ന ഒരു മതിൽ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം ഈ അള്ളാഹുവിന്റെ ദാസൻ വേഗം ചെന്ന് തന്നെ വേഗം സ്വന്തം നിലയ്ക്ക് തന്നെ ആ മതില് നന്നാക്കി നേരെയാക്കി വെച്ചു. മൂസാ നബി കടുപ്പിച്ചൊന്നും പറഞ്ഞില്ല. ഈ നമ്മളെ സൽക്കരിക്കാനും ഭക്ഷണം തരാനും തയ്യാറാവാത്ത ഈ മനുഷ്യന്മാരുടെ നാട്ടിൽ വന്നിട്ടൊരു മതില് ഫ്രീ ആയിട്ട് നന്നായി കൊടുക്കണം, അത് ശരിയല്ലല്ലോ, അതിന് വേണമെങ്കിൽ നമുക്ക് കൂലി ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതാ ഫിറാഖ്, ഇനി വർത്താനില്ല, നമ്മൾ തമ്മിലുള്ള ഏർപ്പാട് ഇവിടെ അവസാനിക്കുന്നത്. ഹാദാ ഫിറാഖ് ബൈനി വ ബൈനിക സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്ര.
നിനക്ക് എൻ്റെ കൂടെ സഹിച്ചു നടക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളുടെ അന്തരാർത്ഥം പൊരുള് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് മൂസ നബിയെ ഈ സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആ കപ്പല് കടലിലെ പാവപ്പെട്ട കുറേ ജോലിക്കാരതായിരുന്നു. അപ്പോൾ അവർ പോകുന്ന വഴിയിൽ ഒരു രാജാവുണ്ട്. ഏത് കപ്പലിനെയും നല്ല കപ്പലൊക്കെ പിടിച്ചെടുത്ത് പോകും. അതുകൊണ്ട് ഇവർക്ക് നഷ്ടം വരാതിരിക്കാനാണ് ഞാനതിൽ ചെറിയൊരു ഓട്ട ഉണ്ടാക്കിയത്. 100,000 ചോദ്യങ്ങളിലൂടെ അവശേഷിക്കുന്നു. ഓട്ട ഉണ്ടാക്കിയിട്ടും ആ കപ്പൽ താന്നുപോയില്ല, താന്നുപോയതായിട്ട് അള്ള പറയുന്നില്ല. ആ കപ്പലിലെ ആളുകാർ ഓട്ടയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇവിടെ അറിയുന്നത് അള്ളയും മൂസ നബിയും ഫിർത്തിനും നമ്മളും മാത്രമാണ്. ആ കപ്പലിലെ ആളുകൾ ഇന്നും ഒരുപക്ഷെ ഓട്ടയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടുണ്ടാവും. ഓട്ടയുണ്ടായ ഒരു കപ്പൽ സമുദ്രത്തിലൂടെ പിന്നെ എങ്ങനെ സഞ്ചരിച്ചു പോയി ആ രാജാവിന്റെ അപ്പുറത്തേക്ക് എന്നത് വേറെ രസകരമായ ചില ചോദ്യങ്ങളാണ്. കഥയിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് സൗകര്യം നൽകിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, അതായത് അന്വേഷിച്ച് യാഥാർത്ഥ്യം കണ്ടെത്താൻ കഴിയുന്നവൻ അങ്ങനെയും അല്ല, കഥയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നവൻ അങ്ങനെയും ഒരുപാട് പഴുതുകൾ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ കപ്പലിൽ ഓട്ടയുണ്ടാക്കിയത് ചെറിയ ഒരു അയവ് വരുത്തിയാൽ ആ കപ്പൽ അവർക്ക് നഷ്ടപ്പെടാതിരിക്കും. അതുകൊണ്ടാണ് ഓട്ടയുണ്ടാക്കിയത്. പിന്നെ രണ്ടാമത്തത് ആ കുട്ടി ചെറിയ കുട്ടിയാണിപ്പോൾ. പക്ഷെ അവൻ വളർന്നു വന്നാൽ കുറ്റം കെട്ടവനായിട്ട് അവന്റെ മാതാപിതാക്കൾ സാലിഹ്യങ്ങളാണ്. അവരെ അവൻ വഴികേടിലാക്കി കളയും. തുകയാനും കുഫറും ഒക്കെ അക്രമവും നിഷേധവും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ കുട്ടിയെ അങ്ങ് കൊന്നുകളഞ്ഞാൽ നല്ലൊരു കുട്ടിയെ, കൂടുതൽ സക്കാത്തൻ അക്രബ റഹ്മാൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ ശുദ്ധിയും അതുപോലെ നിരപരാധിത്വവും നന്മയും ഒക്കെ ഉള്ള, തസ്കിയത്തുള്ള, അതുപോലെ കാരുണ്യത്തിൽ അവരുടെ പിതാവിനും മാതാവിനോട് ഏറ്റവും അടുപ്പുള്ള ഒരു കുട്ടിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ആ കുട്ടിയെ കൊന്നുകളഞ്ഞത്. മൂന്നാമത്, ഈ പട്ടണത്തിൽ ഒരു സാലിഹായ മനുഷ്യൻ മരിച്ചുപോയി. അയാളുടെ മക്കളുണ്ട് അവിടെ. ആ മക്കൾക്ക് വേണ്ടി വളർന്നു വലുതാവുമ്പോൾ അവരുപയോഗിക്കാൻ വേണ്ടി ഒരു നിധി സൂക്ഷിച്ചു വെച്ച ആ സ്ഥലത്തിന്റെ മുകളിലാണ് ഈ മതിൽ കെട്ടിയത്. മതിൽ വീണുപോയാൽ നിധി പുറത്തു വരികയും അവർ വലുതാവുന്നതിന് മുമ്പേ നാട്ടുകാർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ സംഗതി ഞാൻ ചെയ്തത് എന്ന് പറയാം. ഒമാ ഫഅൽതുഹു മിൻ അംരി ദാലിക തഅവീലു മാ ലം തസ്തി അലൈഹി സബ്റ. ഇതൊന്നും ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് ചെയ്തതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ചെയ്തതാണ് എന്ന് പറയുന്നു. ഇവിടെ ഹിദ്ർ എന്ന് പറയുന്ന ഈ മനുഷ്യനും മൂസ എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യനും, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ മറ്റൊരു കഥാപാത്രവും, ഹിദ്ർ എന്ന് പറഞ്ഞ കഥാപാത്രവും, പിന്നെ നമ്മളുമാണുള്ളത്. നമ്മൾ ഈ ഹിദ്റിന്റെ സ്ഥാനത്ത് ഒരു കല്ലിനെ സങ്കല്പിച്ചു, ഒരു പാറ കഷ്ണത്തെ സങ്കല്പിച്ചു നോക്കുക. ഹിദ്റിനെ തൽക്കാലം ഒന്ന് മാറ്റിയിട്ട് സമുദ്രത്തിലൂടെ ഒരു കപ്പൽ ഓടിക്കൊണ്ടിരിക്കുന്നു, ഒരു പാറ. ആ പാറയിൽ കപ്പൽ നിന്നിട്ട് ഇടിക്കുന്നു, അഴിബാവുന്നു, ആ കോട്ട വീഴുന്നു. ഹിദ്ർ വേണ്ട, അവർ പാറ കൊണ്ട് തന്നെ അള്ളാഹ് കോട്ടാക്കാമല്ലോ. പാറയിൽ തട്ടി കപ്പലോട്ടായി. ആ കപ്പൽ മുന്നോട്ട് പോകുമ്പോൾ ആ രാജാവ് പിടിച്ചെടുക്കാതെ പോകും. അതുപോലെ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ചെറിയ പാറക്കഷ്ണം, അതേ പാറക്കഷ്ണം തന്നെ വന്ന് വീണു, കുട്ടി മരിച്ചു പോകുന്നു. പിന്നെ മറിഞ്ഞു വീഴാൻ പോകുന്ന മതിലിന്റെ അടുത്ത് ഒരു പാറക്കഷ്ണം ഉരുണ്ടു വന്നിട്ട് താങ്ങായി നിൽക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഹിദ്റും പാറയും മനുഷ്യനും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇവിടെ ഞാൻ ഈ പാറയുടെ ഉദാഹരണം എന്തിനു പറഞ്ഞു എന്ന് വെച്ചാൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, അതിന്റെ ഒരു ലാഞ്ചനയാണ് ഇവിടെ കാണിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിന്റെ ഒരു വ്യക്തമായ ഒരു ഉദാഹരണമാണ്. ഈ കഥ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൂസാ നബി കുറച്ചുകൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ കുറേ കൂടി കാര്യങ്ങൾ നമുക്ക് പഠിക്കാമായിരുന്നു എന്നൊരു കമന്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുനിന്ന് വരികയാണ്. ഇപ്പൊ നമ്മൾ ബൈക്കിൽ ഇങ്ങനെ പോവാ, ഒരു ചെറിയ കെട്ടർ, ഒരു കുഴി അല്ലെങ്കിൽ ഒരു പാറ കിടക്കും, തട്ടി വീണു, തലപൊട്ടി, ഒരുപാട് ദിവസം ഹോസ്പിറ്റലായി, ധനം മിക്കവാറും ഒരുപാട് ഒഴുകിപ്പോയി. എത്ര ഉദാഹരണങ്ങളാണ്. അവിടെ ഒരു ഹിദ്റിനെ സങ്കല്പിച്ച് നോക്കുക, ഈ കുഴിയുടെ അടുത്ത്, ഒരു പാറയുടെ അടുത്ത്. അതുപോലെ തന്നെ നമ്മൾ ഒരു സംഗതി എവിടെയെങ്കിലും വെച്ചുപോയി, അവിടെ നമ്മളത് കിട്ടാൻ നിവൃത്തിയില്ലാതെ അള്ളാഹുവെ അത് എത്തിച്ചേരണേ എന്ന് പറഞ്ഞ് ഭയങ്കരമായ ദ്വാരക്കുന്നു. അത് വേറൊരാളിന് കിട്ടുന്നു, അയാൾ പോസ്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നു. അവിടെ ഒരു ഹിദ്റിനെ സങ്കല്പിച്ച് നോക്കുക. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ഹിദ്ർ അബദം മിൻ ഇബാദിന എന്ന് പറഞ്ഞത് പ്രമുഖരായ ചില പണ്ഡിതന്മാരും സൂഫിവര്യന്മാരും പറയുന്നത് ഇദ്ദേഹം മനുഷ്യനല്ല, മലക്കാണ്. കാരണം ഒരു കുട്ടി വളർന്നു വന്നതിന് ശേഷം തെറ്റ് ചെയ്യും എന്ന അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൊല്ലാൻ ഇസ്ലാമിക ശരീഅത്തിൽ വകുപ്പില്ലെന്നാണ്. തെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ശരീഅത്തനുസരിച്ച് പ്രവാചകന്മാർക്ക് വിധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പ്രവാചകനല്ല, അള്ളാഹു നിയമിച്ച ഒരു മലക്ക് വേഷം മാറി വന്നതാണ് എന്ന് പ്രമുഖരായ കുറെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഹിദ്ർ എന്ന് തന്നെ ഉള്ളത് പ്രവാചകനല്ല, അദ്ദേഹം മലക്കിന്റെ ദർജയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം
നമ്മൾ ഓരോ സംഗതികൾ ചെയ്യുന്നു. ആ ചെയ്യുന്ന സംഗതികൾ യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിന് നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണെങ്കിലും പിൽക്കാലത്ത് നമുക്ക് വളരെ ലാഭവും സന്തോഷം ഉണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ 3 കഥകളിലും നന്മയല്ലാതെ മറ്റൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. കപ്പൽ നഷ്ടപ്പെട്ടു പോയിരിക്കാനാണ്. അപ്പോൾ സാലിഹ്യങ്ങളായ പാവങ്ങളായ കുറച്ച് ആളുകളുടെ ജീവിതായോധനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവർക്ക് ചെറിയ ഒരു അയബ്, ഒരു ചെറിയൊരു കേട് അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്തിയാണ്. ആ കപ്പല് കേടായ സന്ദർഭത്തിൽ കപ്പലിലെ ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്കുണ്ടാകുന്ന വേദനയും വ്യസനവും പ്രയാസവും എത്ര ആകുമായിരുന്നു എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. ജീവിതത്തിൽ ചില സംഭവങ്ങൾ വരുമ്പോൾ വേദനയും പ്രയാസവും വിഷമവും ഒക്കെ അനുഭവപ്പെടും. പക്ഷേ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വ്യാഖ്യാനം സത്യവിശ്വാസിയാണെങ്കിൽ അതിന്റെ അപ്പുറത്ത് വലിയ ആനന്ദവും സന്തോഷവും തരാൻ വേണ്ടിയാണ് ഞാനിത് സംവിധാനിച്ചത് എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ സംഭവത്തിൽ നന്മയല്ലാതെ മറ്റൊന്നും അല്ലാഹു തആല ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. രണ്ടാമത്തെ സംഭവം, ഒരു നല്ല അരുമയായ പൊന്നോമന മരിച്ചു പോകുമ്പോൾ വേദനിക്കാത്ത മാതാപിതാക്കൾ ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷെ ആ കുട്ടി വളർന്ന് വലുതാവുമ്പോൾ സ്വന്തം മോന്തയ്ക്ക് തന്നെ അടിച്ച് കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ സ്വന്തം പിതാവിനെയും മാതാവിനെയും ഒക്കെ ജയിലിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുമില്ലേ എന്ന് നമുക്ക് ഗണിച്ച് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സന്ദർഭങ്ങളിൽ മരിപ്പിച്ചു കളയുന്നു. അതിൽ ഉത്തമമായ മരണത്തെ സംബന്ധിച്ച് സത്യവിശ്വാസിക്ക് ഉണ്ടാവേണ്ടത് മർഹൂം എന്നാണ്, റഹ്മത്താക്കപ്പെട്ടത് എന്നാണ്. ഏതവസ്ഥയിലും മരണം സത്യവിശ്വാസിയുടേതാണെങ്കിൽ അനുഗ്രഹത്തിൻ്റെത് മാത്രമായിരിക്കും. സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും മഹോന്നതമായ ദിവസം മരണത്തിന്റെ ദിവസമാണ്. കാരണം അതാണ്, ആ ദിവസമാണ്, അന്നാണ് അവന് സ്വർഗത്തിലേക്കുള്ള വിളംബരത്തിന്റെ ആദ്യത്തെ ഇത് കിട്ടുന്നത്, പെർമിഷൻ കിട്ടുന്നത് എന്നുള്ളത്. അവന്റെ സ്വർഗത്തിന്റെ പ്രവേശനത്തിന്റെ വിളംബരത്തിന്റെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് ഒരു സത്യവിശ്വാസം സംബന്ധിച്ച് മരണത്തിന്റെ ദിവസമാണ്. അപ്പൊ മരണം പേടിക്കാനുള്ളതോ ബേജാറാവാനുള്ളതോ അല്ല. മരണം സത്യവിശ്വാസിക്ക് എന്നും എവിടെയും എപ്പോഴും ആശ്വാസം മാത്രമായിരിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. മരണത്തെ ഭയമില്ലാത്തവനെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയുള്ളൂ എന്നതാണ് ഇസ്ലാം അടിസ്ഥാനപരമായി പറയുന്നത്. മരണത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിച്ചു പോകുന്നില്ല, അള്ളാഹുവിലേക്കുള്ള അനന്തമായ ജീവിതത്തിന്റെ ഒരു പ്രയാണമാണ് യഥാർത്ഥത്തിൽ മരണത്തോടുകൂടി തുറന്നു കിട്ടുന്നത്. അപ്പോൾ ഒരു മരണം സംഭവിക്കുമ്പോൾ അതിൽ അള്ളാഹു ഒരു ഖൈർ ഉണ്ടാക്കുകയും പിന്നെ അതിനുശേഷം നന്മ ഉണ്ടാക്കുകയും ചെയ്യും. ഈ കുട്ടിയെ ഇവിടെ കൊല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശരീഅത്ത് പ്രഖ്യാപിച്ച ശരീഅത്ത് അനുസരിച്ച് തന്നെ അള്ളാഹുവിന്റെ അറിവ് കൊണ്ട് ആരെയും ശിക്ഷിക്കാറില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അറിവ് കൊണ്ട് ചില നടപടിക്രമങ്ങൾ എടുക്കുമെങ്കിലും പരലോകത്ത് അള്ളാഹുവിന്റെ അറിവ് വെച്ചുകൊണ്ട് ആരെയും ശിക്ഷിക്കാറില്ല. മനുഷ്യനിൽ നിന്ന് പ്രത്യക്ഷമായ പ്രവർത്തനങ്ങളുടെ അനന്തരഫലം കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കൂ എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. അപ്പൊ ഈ കുട്ടി വളരുകയോ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ നശിപ്പിക്കുകയോ ചെയ്യാത്ത ഒരവസ്ഥയിലാണ് കുട്ടിയെ മരിപ്പിച്ചുകൊണ്ടുപോയത്. അപ്പൊ അള്ളാഹുവിന്റെ പരലോകത്തെത്തുമ്പോൾ ആ കുട്ടിക്ക് തെറ്റില്ല എന്നുള്ളതാണ്. കാര്യം ആ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ല. മറ്റത് അള്ളാഹിന്റെ ജ്ഞാനമാണ് പറഞ്ഞത്. വളർന്നാൽ തെറ്റ് ചെയ്യാനുള്ള സ്വഭാവം അവനിലുണ്ട് എന്ന് അള്ളാഹുവിന്റെ ജ്ഞാനമാണ് പറഞ്ഞത്. ഇവിടെ ആ കുട്ടിയെ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹു കടത്തിക്കൊണ്ടു പോകുന്നു. അതൊരു റഹ്മത്താണ്. അതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെടുകയാണ്. ഇവിടെ ആ കുട്ടിയാൽ നാശമാകാമായിരുന്ന മാതാപിതാക്കളെ രക്ഷപ്പെടുകയും അവർക്ക് ഉന്നതമായ സ്വഭാവ സവിശേഷമുള്ള മറ്റൊരു കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയും ചെയ്തു. പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ട ആ കൊലപാതകം യഥാർത്ഥത്തിൽ അനുഗ്രഹത്തിന്റെ ഒരു കോരിച്ചൊരിയലായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് ആരുടെ സംരക്ഷണവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവിടില്ലെന്നാണ്. വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അനാഥമായി പോയി എന്നൊന്നും പറഞ്ഞ് ആരും ബേജാറാവേണ്ടതില്ല. എവിടെയെങ്കിലും ഒരു ഖൻസ്, ഒരു നിധി സൂക്ഷിച്ചു വെച്ച് അത് കാത്തു സൂക്ഷിച്ച് അവർക്ക് കൊടുക്കാൻ കെൽപ്പുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ സംരക്ഷണത്തിന്റെ ആഴത്തിലുള്ള ഒരു വഴിയെ സംബന്ധിച്ചൊരു മിന്നലാട്ടമാണ് യഥാർത്ഥത്തിൽ അവിടെ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസം സ്വീകരിക്കുകയും അള്ളാഹുവിൽ ഉറക്കുകയും അല്ലാത്ത മറ്റൊന്നും ചെയ്യേണ്ടതില്ല എന്നതുള്ളതാണ്. അമലുകൾ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, അവന്റെ മലക്കുകളാണ്, അത് നമ്മളിലൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളുടെ അമലുകളെയും സൃഷ്ടിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ഏത് കോലത്തിൽ ചെയ്യണം, വിജയപ്രദമായി ചെയ്യണോ പരാജയത്തിന്റെ കോലത്തിൽ ചെയ്യണോ എന്നൊക്കെ ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. തീരുമാനം എന്തായാലും പ്രത്യക്ഷത്തിൽ എന്ത് ഫലമുണ്ടാക്കിയാലും അന്തിമമായി മഹത്തരമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ കഥയിലൂടെ. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. കാരണം ഇത് വിധിവാദത്തെയും നിയതിവാദത്തെയും അതായത് സ്വതന്ത്രേച്ഛയും ഒക്കെ സംബന്ധിച്ച ഒരുപാട് ചർച്ചകൾ
ലോകത്ത് നടന്നതുമായി ബന്ധപ്പെട്ട് ഈ കഥ എത്തുന്നുണ്ട്. സോക്രട്ടീസും അരിസ്റ്റോട്ടലും പ്ലേറ്റോവും അതുപോലെ ഡെസ്കാർട്ടയും പാവുലോവും ഇമാനുവൽ കാന്റും സിഗ്മണ്ട് ഫ്രോയിഡും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകളെ രണ്ട് തരത്തിൽ, അതായത് നിയതിവാദക്കാർ, ഡിറ്റർമിനിസ്റ്റുകൾ, അതുപോലെ തന്നെ സ്വതന്ത്രേച്ഛാവാദക്കാർ, മനുഷ്യന് അവന്റെ പ്രവർത്തനത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വാദിക്കുന്ന ആളുകളും മനുഷ്യന് സ്വാതന്ത്ര്യമില്ല, ചില ഹേതുക്കളാലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വാദിക്കുന്നവരുമായ രണ്ട് വിഭാഗം ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്തും ഉണ്ടാവുകയും പല നൂറ്റാണ്ടുകളിലും സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ എത്തി നിൽക്കുന്നത് മനുഷ്യന്റെ ജീവിത പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അവന്റെ ഇച്ഛാ സ്വാതന്ത്ര്യം വളരെ പരിമിതമാണ് എന്നും മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന ഖുർആനിക ആദർശത്തെ അടിവരയിടുന്നതാണ് ലോകത്തിന്റെ പുതിയ ശാസ്ത്രീയ മനഃശാസ്ത്ര കാഴ്ചപ്പാടുകൾ എന്നാണ് ഇപ്പൊ പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പര്യവസാനിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പര്യവസാനിക്കുന്നു എന്നതിൽ ബേജാറാവേണ്ടതില്ല എന്നാണ്. അഴിബായ കപ്പലായാലും അത് ഓടും, അത് മുങ്ങുന്നില്ല, അത് ഓടുന്നുണ്ട്, ആരും പിടിച്ചെടുക്കുന്നില്ല. ഇവിടെ കപ്പൽ എന്തിനാണ്? അവർക്ക് കപ്പൽ സമുദ്രത്തിൽ സഞ്ചരിക്കാനും മത്സ്യബന്ധനം നടത്താനും അതുവഴി ജീവിതായോധം നടത്താനും അതിനൊരു തടസ്സവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ലേശം റൈബവിടെ പറ്റി എന്നുള്ളതാണ്. നമ്മുടെ ഭൗതികമായ ജീവിതവുമായി ബന്ധിപ്പിച്ച് പറഞ്ഞാൽ നമ്മുടെ ആർഭാട അലങ്കാരങ്ങളൊന്നും അതിനകത്തില്ല, ആവശ്യങ്ങൾ നടക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നതാണ്. ജീവിതത്തിന്റെ മറ്റ് ഈ പൊങ്ങച്ച കളികളൊന്നും അവിടെ ഇല്ല, കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നുള്ള നിലയ്ക്കാണ് യഥാർത്ഥത്തിൽ ആ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഓരോ മനുഷ്യരുടെയും ജീവിതത്തെ സൂക്ഷിക്കാൻ ഒരുപാട് മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. അവരുടെ നിത്യമായ സൂക്ഷ്മമായ പ്രവർത്തനത്തിന്റെ ഫലമായി സത്യവിശ്വാസികൾ എപ്പോഴും വിജയത്തിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ദൃഢബോധ്യത്തോടു കൂടി വിശ്വസിക്കുകയും വളരെ ഉറച്ച വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനെ ഏൽപ്പിക്കുകയും മാത്രമാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ആ മേഖലയിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. അതിന് കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകും, അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅലൈഹി വസല്ലം. സുബ്ഹാനക ലാ നഹ്സി ലനാ കമാ അസ്നൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർദാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നിരന്തരമായി കേട്ടുകൊണ്ടിരുന്നാലേ മനുഷ്യ മനസ്സ് അലർട്ടായിരിക്കുകയുള്ളൂ. സദുപദേശം, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, അതായത് യാഥാർത്ഥ്യം ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുകയും ആ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ബോധം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യണമെന്നാണ്. സബർ എന്ന് പറഞ്ഞാൽ സബറ അലാ കഥ, ഏതൊന്നിലാണോ നിലനിൽക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്, ദൃഢബോധ്യത്തോടുകൂടി നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കാര്യങ്ങളുടെ ഉടമസ്ഥനെന്നും സമ്പൂർണ്ണ നിയന്ത്രണം അവന്റെ കൈവശമാണ് എന്നും മനസ്സാ വാച കർമ്മണ അംഗീകരിക്കാത്തിടത്തോളം കാലം മനുഷ്യ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭ്യമാവുകയില്ല. നമ്മളെപ്പോഴും ഇത് അറിയുന്നുണ്ട് എങ്കിലും, അറിവും വിശ്വാസവും ദൃഢബോധ്യവും ഒക്കെ ഉണ്ടായിപ്പോട്ടുപോലും പ്രായോഗിക ജീവിതത്തിൽ പലപ്പോഴും നമ്മളിതൊക്കെ മറന്നു പോകാറുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിൽ വിവാഹം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ, ഇനി മരണവും മരണാനന്തര ശേഷക്രിയകളും ഒക്കെ വരുമ്പോൾ, അതുപോലെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ കാണുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉടമസ്ഥാവകാശം ആ സമയത്ത് നമ്മൾ ഇങ്ങനെ പിൻവലിച്ചിട്ട് സ്റ്റേ ചെയ്തിട്ട് നമ്മളെടുത്തതായിട്ട് തോന്നുന്ന രീതിയിലാണ് പെരുമാറ്റങ്ങൾ ഉണ്ടാവുക. നമ്മളെ ബാധിക്കുന്നൊരു പ്രശ്നം നമ്മൾ മറ്റുള്ളവരുമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ക്ഷമിക്കാനോ സഹിക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ തയ്യാറാവാത്ത ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. എടുത്തു പറയേണ്ടതില്ല, ഉദാഹരണങ്ങൾ ഓരോരുത്തർക്കും വളരെ വ്യക്തമായി അറിയുന്നതാണ്. നമ്മളെ ജീവിതത്തിൽ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഏത് സമയത്താണ് പൈശാചിക ദൗർബോധനങ്ങളിൽ പെട്ടുകൊണ്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു പോകുന്നത് നമുക്കറിയാൻ സാധ്യമാവില്ല. മനുഷ്യൻ അങ്ങനെ
അത്രയധികം ലൈഫാണ്, ദുർബലനാണ്. ഖുൽഖൽ ഇൻസാൻ ലൈഫാണ്. ഈ അല്ലെങ്കിൽ ഇലാഫ് ശരിക്കു പറഞ്ഞാൽ ഈ അശക്തി മാറ്റിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള ശക്തി ലഭ്യമായി കൊണ്ടിരുന്നാലേ പറ്റുള്ളൂ. അതിന് അല്ലാഹു റസൂൽ വഴി നിർദ്ദേശിച്ചിട്ടുള്ളത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ധൈര്യം കിട്ടാനും ശുജാഅത്ത് ഉണ്ടാവാനും ഉറച്ചു നിൽക്കാനും റസൂലിന് നിർദ്ദേശിച്ചു കൊടുത്തത് തസ്ബീഹും തഹ്ലീലും ഇസ്തിഗ്ഫാറുമാണ്. ഖുർആൻ പാരായണവും തഹജ്ജുദും അതുപോലെ തന്നെ അധികപരിച്ച സുന്നത്ത് നമസ്കാരങ്ങളുമാണ്. ഫർള് എന്തായാലും നമസ്കരിച്ചേ പറ്റൂ. സുന്നത്ത് നമസ്കാരം വർദ്ധിപ്പിച്ചുകൊണ്ട്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ട്, അതുപോലെ ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഊർജ്ജം ആവാഹിച്ചെടുക്കാനാണ് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് അല്ലാഹു തആല നമ്മളെ നിർബന്ധിപ്പിച്ച് ചെയ്യുകയില്ല, അത് നമ്മൾ തന്നെ ചെയ്യണമെന്നുള്ളതാണ്. ചെയ്യാൻ നമുക്ക് അതിനനുസരിച്ച് ഈമാൻ ഉണ്ടെങ്കിലേ ഇതിലേക്ക് പോകാനുള്ള പ്രേരണ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അടിസ്ഥാനപരമായി വിശ്വസിക്കുകയും ആ വിശ്വാസം ദൃഢമാണ് എന്ന് നമ്മൾ തന്നെ സർട്ടിഫൈ ചെയ്യും വേണമെന്നാണ്. നമ്മൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. നമ്മളിൽ വിശ്വാസം ഉണ്ട് എന്നതിൻ്റെ തെളിവ് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ നമസ്കാരത്തിലും അതുപോലെ തന്നെ മറ്റ് ആരാധനകളിലുമുള്ള നമ്മുടെ ശുഷ്കാന്തി എത്രമാത്രമാണ്. പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ എത്രമാത്രം ബേജാറാവുന്നു, വെപ്രാളപ്പെടുന്നു. നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടക്കുക, നമുക്ക് ഇഷ്ടവും ആഗ്രഹവുമുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുക, അല്ലാഹു തആല കുറച്ച് പെൻഡിങ്ങിൽ വെക്കുക. ഇപ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ മനസ്സ് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു, അള്ളാഹുവിനെ സംബന്ധിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെയൊക്കെ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ അള്ളാഹുവിന്റെ സഹായം തേടൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിരന്തരം ഇസ്തിഗ്ഫാർ ലിദംബിക എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നെയാണ് നമ്മളോടും അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ആളുകളും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും നമസ്കാരവും അതിനുശേഷമുള്ള ചില സംഗതികളുമൊക്കെ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്ത് വിജയിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളഅൻ അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി അൻ ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ മോചിപ്പിക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഫിർദൗസ് നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതിന് പര്യാപ്തമായ ഒരു ദുന്യാവിലെ ജീവിതം ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങൾ നീ നന്മ തരണേ തമ്പുരാനെ. ഞങ്ങളുടെ സമ്പത്തിൽ നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. കുടുംബങ്ങളിൽ ഐശ്വര്യം തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കൂടെ നല്ല നിലയിൽ പോകാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നാട്ടാരുമായിട്ട് നല്ല നിലയിൽ സഹകരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബ മിത്രാദികൾക്ക് നീ സഹായം ചെയ്യണേ തമ്പുരാനെ. അവർക്ക് നീ നന്മ ചൊരിയണേ തമ്പുരാനെ. അവരെ നീ ഹിദായത്തിലാക്കണേ തമ്പുരാനെ. ഈ ഖുർആൻ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ അന്തസ്സും അഭിമാനവും നീ നിലനിർത്തണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.